നമ്മുടെ മൂന്നാമത്തെ ദിവസം കേട്ടോ വാഴക്കൃഷീൻ്റെ. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി തികയാത്ത വാഴകളൊക്കെ കൊണ്ടിട്ടാണ് പോകുന്നത്. അപ്പം കുറച്ച് ഇത്തലെടുത്തു, ഒരു 10-15 കിലോ ഇത്തലെടുത്തു. അപ്പോൾ 15 കിലോ ഇത്തൽ നമ്മൾ എടുത്തതിന് ശേഷം അതിൽ വെള്ളം പാർന്ന് ചൂടാക്കി ഭസ്മം പോലെയാക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് ചുറ്റും, വാഴ നട്ടതിന് ശേഷം വാഴയ്ക്ക് ചുറ്റും ഇത് ഇട്ട് കൊടുക്കണം. അപ്പം മണ്ണിൻ്റെ ഹ്യൂമിഡിറ്റി നിലനിർത്താനും പിന്നെ ഒപ്പം തന്നെ ഈ അണുക്കളൊക്കെ പോകാനും വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. വാഴ കുഴിച്ചിടുന്നത് 7 അടി അകലത്തിലാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു അളവിൽ നമ്മളിങ്ങനെ ഇതേമാതിരി ഇട്ട് പോകും. വാഴകൾ നമ്മളെ കള്ളിയിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അതിന് ശേഷം കറക്റ്റായിട്ടുള്ളൊരു അളവുകോൽ എടുക്കും. 7 അടിയുടെ ഒരു അളവുകോൽ എടുത്തതിന് ശേഷം ഓരോ വാഴയ്ക്കും 7 അടി അകലം വെച്ചതിന് ശേഷം നമ്മൾ വാഴ കുഴിച്ചിടും. വാഴ കുഴിച്ചിട്ടിട്ട് ഒരു 300 ഗ്രാമോളം ഇത്തൽപ്പൊടി നമ്മൾ ചുറ്റും വിതറും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 400 വാഴ വെച്ചിട്ടു. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.